ഇന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 2 കപ്പ് മൈദയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. അവസാനം മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി കുഴച്ച് മാറ്റി വെക്കാം. ഇനി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തതും 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടെടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം. മുട്ട നല്ലോണം വറുത്തെടുത്താലേ നമുക്ക് ഫില്ലിംഗ് മാറ്റി വെക്കാം. ഇനി മാവ് കത്തിയോണ്ട് മുറിച്ചെടുത്തിട്ട് ഓരോ ബോൾസ് ആക്കി എടുക്കണം. ഇനി ഓരോ ബോൾസും നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കണം. എന്നിട്ട് 4 ഭാഗവും കട്ട് ചെയ്തെടുക്കുക. ഇനി ഫില്ലിംഗ് വെച്ചെടുത്തിട്ട് ഒന്ന് മടക്കിയെടുക്കാം. വേണമെങ്കിൽ ഫോർക്ക് കൊണ്ട് ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.